Hi. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഇസ് സാമ്പിൾ ഡിസൈൻ. എന്താണ് സാമ്പിൾ ഡിസൈൻ? കഴിഞ്ഞ ക്ലാസ്സിലെ റിസർച്ച് ഡിസൈനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഇസ് സാമ്പിൾ ഡിസൈൻ എന്നുള്ളതാണ്. വാട്ട് ഇസ് സാമ്പിൾ ഡിസൈൻ? According to Gerald Hirsch, a sample design is the theoretical basis and the practical means by which we infer the characteristics of some population by generalizing from the characteristics of relatively few of the units comprising the population. അതായത് ഒരു സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ലാർജ് പോപ്പുലേഷനിലെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ആ യൂണിവേഴ്സിലെ അല്ലെങ്കിൽ ആ പോപ്പുലേഷനിലെ കുറച്ച് യൂണിറ്റ്സിനെ മാത്രം എടുത്ത് അതിനെ പഠിച്ച് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ മനസ്സിലാക്കി ആ ഹോൾ പോപ്പുലേഷനിൽ ജനറലൈസ് ചെയ്യുന്നതിനെയാണ് സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. നമുക്ക് ഓരോ പ്രോജക്റ്റിനും ഓരോ തരത്തിലുള്ള അല്ലെങ്കിൽ ഓരോ റിസർച്ചിനും പലതരത്തിലുള്ള ടോപ്പിക് ആയിരിക്കും. സോ ചിലപ്പോൾ ആ വൈഡ് ആയിട്ടുള്ള പോപ്പുലേഷനെ കുറിച്ചുള്ള സ്റ്റഡി ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലാർജർ പോപ്പുലേഷനിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കില്ല. അങ്ങനെ സമയത്തൊക്കെയാണ് നമ്മൾ ഈ സാമ്പിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്ലാൻ, ആ സാമ്പിളിനെ എങ്ങനെ ഒരു പോപ്പുലേഷനിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്ലാനിനെയാണ് നമ്മൾ സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. A sample design is a definite plan for obtaining a sample from a given population. Clear? ഒരു പോപ്പുലേഷനിൽ നിന്ന് സാമ്പിളിനെ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു മെത്തേഡിനെ പറയുന്നു the sample design. It refers to the techniques or the procedure the researcher would adopt in selecting items for sample. So, ഒരു പോപ്പുലേഷനിൽ നിന്ന് സാമ്പിളിനെ സെലക്ട് ചെയ്യാൻ നമ്മുടെ റിസർച്ചർ അഡോപ്റ്റ് ചെയ്യുന്ന ടെക്നിക്സിനെ നമുക്ക് സാമ്പിൾ ഡിസൈൻ എന്ന് വിളിക്കാം. In short, we can say that it's a definite plan or structure for obtaining a sample from a given population. Usually, data കളക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സാമ്പിൾ ഡിസൈൻ ഡിറ്റർമിൻ ചെയ്യും. എങ്ങനെയൊക്കെ വേണം, എവിടെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യണം, ഏത് മെത്തേഡ് യൂസ് ചെയ്യണം, എത്ര സൈസ്, സാമ്പിൾ സൈസ് ഒക്കെ വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട് നമുക്ക് പറയാം ഡിസൈനിങ് ദ സാമ്പിൾ, സാമ്പിളിനെ ഡിസൈൻ ചെയ്യുന്നു. ഇനി കാണുന്നത് the steps in sample design. What are the steps involved in the sampling process? Sampling process in steps എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. The first one, define the population or units. ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഏത് സാമ്പിൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? യൂണിവേഴ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. ഈ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫിനിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആയിരിക്കാം. Finite എന്ന് പറഞ്ഞാൽ എന്താണ്? In finite universe, the number of items is limited. Limited number of items include ചെയ്യുന്ന യൂണിവേഴ്സിനെയാണ് finite universe എന്ന് പറയുന്നത്. But in case of infinite ആണെങ്കിൽ എങ്ങനെയായിരിക്കും? The number of items in infinite. നമുക്കത് ഇൻഫിനിറ്റീവ് ആണ്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം പോപ്പുലേഷൻ എന്ത് ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തേതാണ് സ്റ്റേറ്റ് ദി സാമ്പിളിംഗ് ഫ്രെയിം. സാമ്പിളിംഗ് പോപ്പുലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ചെയ്യേണ്ടതാണ് സ്റ്റേറ്റിംഗ് ദ സാമ്പിളിംഗ് ഫ്രെയിം. എന്താണ് സാമ്പിളിംഗ് ഫ്രെയിം? സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതിനുള്ള നമ്മൾ എവിടെ നിന്നാണോ സാമ്പിൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ആ പോപ്പുലേഷന്റെ ഒരു സോഴ്സ് ലിസ്റ്റ് എന്ന് പറയാം. അതായത് ഇറ്റ് കണ്ടെയ്ൻസ് all the names or all the names of all the items of the universe. പോപ്പുലേഷനിലെ എല്ലാ ഐറ്റംസിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു ലിസ്റ്റിനെയാണ് സോഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ടെലിഫോൺ ഡയറക്ടറി എക്സെട്ര. അതിലൊരു ഡയറക്ടറി എടുത്താൽ അതിലെല്ലാ ടെലിഫോൺ നമ്പേഴ്സും ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ ടെലിഫോൺ ഡയറക്ടറി എന്ന് പറയുന്നത് യൂണിവേഴ്സ് ആണ്. അതിന്റെ കുറച്ച് നമ്പറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഓരോന്നും സിംഗിൾ ഐറ്റം ആണ്, ആ ഒരു പോപ്പുലേഷനെ കാണിക്കുന്ന ഐറ്റം ആണ്. ഇതിലെ ഈ പോപ്പുലേഷനിലെ സോഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ ഐറ്റം നമ്മുടെ പോപ്പുലേഷന്റെ എലിമെന്റ്സ് ആണ്. So it means the representing the elements of the population. അതിന് സോഴ്സ് ലിസ്റ്റ് എന്ന് പറയും. ഈ സോഴ്സ് ലിസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് ആ പോപ്പുലേഷനിൽ തന്നിരിക്കുന്ന ആ യൂണിറ്റ്സ് എന്താണെന്ന് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. അതിനാണ് സോഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ബട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. The first problem എന്ന് പറയുന്നത് it is related with non-converged and incompleteness. Incomplete data. ഒരിക്കലും ഒരു ഇൻകംപ്ലീറ്റ് ഡാറ്റയുള്ള പോപ്പുലേഷൻ ആണെങ്കിൽ ഒരിക്കലും ആ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് ഡാറ്റ കിട്ടില്ല. എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന വോട്ടേഴ്സിന്റെ നമ്പർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല.
അതുകൊണ്ട് അതൊരു ഇൻകംപ്ലീറ്റ് ഫ്രെയിം ആയിരിക്കും, ഇൻകംപ്ലീറ്റ് സാമ്പിൾ ഫ്രെയിം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ വെച്ച് ആ ഒരു സാമ്പിൾ ഫ്രെയിം യൂസ് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്താൽ, ഈ സാമ്പിൾ കളക്ട് ചെയ്താൽ അത് ഒരു ട്രൂ റെപ്രസെന്റേറ്റീവ് ആയിരിക്കില്ല. രണ്ടാമത്തെ ഒരു ഇഷ്യൂ ആണ് അപ്പിയറൻസ് ഓഫ് ക്ലസ്റ്റേഴ്സ് ഓഫ് എലിമെന്റ്സ്. ഇറ്റ് ഈസ് another ഇഷ്യൂ. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റി ലിസ്റ്റ് കളക്ട് ചെയ്യുന്നു, എത്ര ഒരു ഏരിയയില് ഹൗസ്, ഒരു ലൊക്കാലിറ്റിയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഹൗസസിന് ഹൗസ് നമ്പേഴ്സ് ആണ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആളുടെ ലിസ്റ്റിൽ ഹൗസ് നമ്പേഴ്സ് അറിയാം, പക്ഷെ ആ ഓരോ ഹൗസിലും എത്ര ആൾക്കാർ താമസിക്കുന്നുണ്ടെന്നോ അവരുടെ പേര് വിവരങ്ങളൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ അത് എന്താണ് പറയുന്നത്, ഒരു വളരെ ഒരു കൂട്ടമായ ഒരു മച്ച് ഡാറ്റ നമുക്ക് അവൈലബിൾ ഉണ്ട്, ബട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യമില്ല. അതാണ് അടുത്ത പ്രോബ്ലം. And the third one, inclusion of foreign elements in the list. കാരണം ശരിക്കും ആ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ലാത്തത് ഇൻക്ലൂഡ് ചെയ്യുന്നു. നമുക്ക് ഇൻക്ലൂഡ് അല്ല നമുക്ക് ആവശ്യമില്ല, അതുപോലെ തന്നെ ആക്ച്വലി പോപ്പുലേഷനിൽ വരുന്നതല്ല എങ്കിൽ കൂടി അതിനെ ചൂസ് ചെയ്യുന്ന ഒരു അവസ്ഥ. എക്സാമ്പിൾ ആണെങ്കിൽ ഈ മരിച്ച ആളുടെ നെയിം വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാകുന്നത് ഇതൊരു ഫോറിൻ എലമെന്റ് ആണ്. Then the duplication problem. ഒരേ സാധനം, ഒരേ ഐറ്റം ഒന്നിൽ കൂടുതൽ തവണ appear ചെയ്യുന്നു, അതാണ് duplication. So these are the problems related with the sample frame. First one is related with non-merge and incompleteness. Then appearance of cluster of elements is another problem, and inclusion of foreign element in list, and another issue is the duplication. And അടുത്ത step ആണ് identify the sample unit. ആദ്യം നമ്മൾ population define ചെയ്തു, then sample frame കണ്ടുപിടിച്ചു, sampling frame നോക്കി, ഇനി sampling unit എന്താണെന്ന് മനസ്സിലാക്കണം. sampling unit എന്ന് പറഞ്ഞാൽ അത് ഒന്നും കൂടി നമ്മൾ സ്പെസിഫിക്, സാമ്പിൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയിരിക്കും. പോപ്പുലേഷൻ എന്ന് പറയുന്നത് വൈഡ് ആണ്, അതിൽ നിന്ന് സ്പെസിഫിക് ആയി പോകുന്നതിനെയാണ് ഈ സാമ്പിൾ യൂണിറ്റ് എന്ന് പറയുന്നത്. സാമ്പിൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മേ ബി ജോഗ്രഫിക്കൽ വൺ, ഒരു കൺസ്ട്രക്ഷൻ ഓർ യൂണിറ്റ്, ഒരു സോഷ്യൽ യൂണിറ്റ്, ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു ഏരിയ, ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഷോപ്പ് അങ്ങനെ വരുന്ന, അല്ലെങ്കിൽ ഒരു സ്കൂൾ, ക്ലബ് അങ്ങനെയൊക്കെ വരുന്ന അതിനെയാണ് സാമ്പിൾ യൂണിറ്റ് എന്ന് പറയുന്നത്. റിസർച്ചർ ഷുഡ് സെലക്ട് വൺ ഓർ മോർ ഓഫ് ദ സാമ്പിൾ യൂണിറ്റ്, ഒന്നോ കൂടുതൽ സാമ്പിൾ യൂണിറ്റ് സെലക്ട് ചെയ്യാം. അടുത്തതാണ് സാമ്പിൾ മെത്തേഡ്. നമുക്ക് സാമ്പിൾസ് സെലക്ട് ചെയ്യാൻ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ടെന്ന് അറിയാം. പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡും അതുപോലെ തന്നെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡും. പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ സാമ്പിൾസിനും അതിൽ വരുന്ന എല്ലാ ഐറ്റത്തിനും ഈക്വൽ ചാൻസ് ഉണ്ട് ഓഫ് ബീങ് സെലക്ടഡ്. മറ്റെല്ലാം ഒന്നുമില്ല നോൺ പ്രോബബിലിറ്റി. അപ്പോൾ അത് ഏത് മെത്തേഡ് വേണം? സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ്, അതുപോലെ സ്നോബോൾ സാമ്പിളിംഗ്, ആക്സിഡന്റൽ സാമ്പിളിംഗ്, അങ്ങനെ പല ലോട്ടറി മെത്തേഡ്, ഇതെല്ലാം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സാമ്പിൾ മെത്തേഡ് ആണെങ്കിൽ ഏത് വേണം ചൂസ് ചെയ്യാം. അടുത്തതാണ് the sample size, അതായത് the number of items to be selected from the universe. എത്ര ഐറ്റത്തിന് നമ്മൾ സെലക്ട് ചെയ്യണം, വളരെ ക്രൂഷ്യൽ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം സാമ്പിൾ സൈസ് ഒരിക്കലും ലാർജ് ആകാനും പാടില്ല, സ്മോൾ ആകാനും പാടില്ല. ഇറ്റ് ഷുഡ് ബി ഒപ്റ്റിമം ഇൻ സൈസ്. ഒരു ഒപ്റ്റിമം ആയാലാണ് നമ്മൾ പഠിക്കുന്ന ഡാറ്റ. അതുകൊണ്ട് നമുക്കറിയാം സാമ്പിൾ എന്ന് പറയുന്നത് പോപ്പുലേഷനെ റെപ്രസെന്റേറ്റീവ് ചെയ്യുന്നതാണ്. സോ അത് പ്രോപ്പർ ആയിട്ട് റെപ്രസെന്റേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഫ്ലെക്സിബിലിറ്റി, കൺസിസ്റ്റൻസി എല്ലാം മെൻഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ദ ഒപ്റ്റിമം സൈസ് വേണം നമ്മൾ സാമ്പിൾ എടുക്കാൻ. അപ്പോൾ സാമ്പിൾ സൈസ് കളക്ട് ചെയ്യുമ്പോൾ, ചൂസ് ചെയ്യുമ്പോൾ എത്ര വേണം സാമ്പിൾ സൈസ് ചൂസ് ചെയ്യുമ്പോൾ എന്ത് നോക്കണം? നമ്മൾ പ്രിസിഷൻ, ഒരു സെർട്ടൻ ഡിഗ്രി ഓഫ് പ്രിസിഷൻ എൻഷുർ ചെയ്തിരിക്കണം, കറക്റ്റ്നെസ് നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം. അതിന് നമുക്ക് സ്റ്റാൻഡേർഡ് എറർ ഒക്കെ യൂസ് ചെയ്ത് ഫോർമുലാസ് ഉണ്ട് സാമ്പിൾ സൈസ് ഡിസൈഡ് ചെയ്യാൻ. അത് നമ്മൾ എത്ര പെർസെൻറ്റേജ്, നമ്മൾ അതായത് കോൺഫിഡൻസ് ലെവൽ, നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക് ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ പഠിക്കാറുണ്ട് 5% ലെവൽ സിഗ്നിഫിക്കൻസ്, അങ്ങനെ എത്ര പെർസെൻറ്റേജ് എറർ വരാം, അതിനുള്ള അലൗബിൾ ലിമിറ്റ്, അതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇൻ ഷോർട്ട് ഇത്രേ പറയുന്നത്, നമ്മളൊരു സാമ്പിൾ സൈസ് എടുക്കുമ്പോൾ അത് ഒപ്റ്റിമം ആകണം, ലാർജ് ആകാൻ പാടില്ല, സ്മോൾ ആകാൻ പാടില്ല, സെർട്ടൻ ഡിഗ്രി ഓഫ് പ്രിസിഷൻ നമ്മളവിടെ എൻഷുർ ചെയ്യും. Then spell out the sampling plan. അവിടെ എന്ത് ചെയ്യുന്നു? Here the researcher states the operational procedure for the selection of sample. അതായത് ഇൻഫാക്ട് മൊത്തത്തിലുള്ള സാമ്പിൾ ഡിസൈനിന്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, ഏതൊക്കെ ടെക്നിക്കാണ്, എങ്ങനെയൊക്കെയാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്, അതൊന്ന് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് സ്പെൽ ഔട്ട് സാമ്പിൾ പ്ലാൻ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ സ്റ്റെപ്പിനെ അഡോപ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഈ എല്ലാ റിക്വയർമെന്റ്സും മനസ്സിലാക്കി അതനുസരിച്ച് സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നു. അതാണ് the last step. Clear?
So ഇതാണ് the different steps in the sample design. So what are the steps involved in sample process? First one, define the population of universe. Then we have to state the sampling frame. Then we have to identify the sampling unit. Then we have to state the sampling method. Then determine the sample size, spell out the sampling plan, and select the sample. What are the features of a good sample? A good sample design features എന്തൊക്കെയാണ്? ഒന്ന്, ഒരു good sample design ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആ സാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രൂലി റെപ്രസെന്റേറ്റീവ് ഓഫ് ദി യൂണിവേഴ്സ്. യൂണിവേഴ്സിന്റെ ട്രൂലി റെപ്രസെന്റേറ്റീവ് ആവും. നമുക്ക് ഈസിയർ ആയിട്ട് ഈ സാമ്പിളിനെ നമ്മൾ സ്റ്റഡി ചെയ്ത ഫൈൻഡിങ്സ് ജനറലൈസ് ചെയ്യാൻ പറ്റും. അതാണ് ട്രൂലി റെപ്രസെന്റേറ്റീവ് സാമ്പിളായി തോന്നുന്നു. രണ്ട്, the selected sample design should not cause more errors. Error free ആയിരിക്കണം. And it should be economical ആയിരിക്കണം. പിന്നെ സിസ്റ്റമാറ്റിക് ബയാസ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതായത് നമ്മൾ ആ ഒരു എന്താണ് സിസ്റ്റമാറ്റിക് ബയാസ് എന്ന് പറയുന്നത് എന്താണ്? ആ എറേഴ്സ് ഇൻ ദ സാമ്പിളിംഗ് പ്രൊസീജിയറിലുള്ള ആ എറേഴ്സ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. ഈ കാരണം സിസ്റ്റമാറ്റിക് ബയാസ് നമുക്ക് ഒരു തരത്തിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് രണ്ട് തരത്തിൽ എറർ ഉണ്ട് അല്ലേ? സാമ്പിളിംഗ് എറർ ഉണ്ട്, സിസ്റ്റമാറ്റിക് ബയാസ് ഉണ്ട്. സിസ്റ്റമാറ്റിക് ബയാസ് നമ്മൾ സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. The systematic bias cannot be reduced or eliminated by increasing the size of the samples. സാമ്പിൾ സൈസ് കൂട്ടിയാൽ കുറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എറർ ഫ്രീ സാമ്പിൾ പ്രൊസീജിയറിൽ എറർ ഫ്രീ എന്ന് എൻഷുർ ചെയ്യണം. എന്തുകൊണ്ടാണ് സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എലിമിനേറ്റ് ചെയ്യാത്തത്? ഇത് ഈ ഒരു ടൈപ്പ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്ന സിസ്റ്റമാറ്റിക് ബയാസ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ നമ്മൾ സാമ്പിളിംഗ് സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു ബയാസ് ആ ഒരു എറർ ഇൻക്രീസ് ചെയ്യാനാണ് സാധ്യത. കാരണം ഇത് വരുന്ന എന്തുകൊണ്ടാണ്? ഒന്ന് നോൺ റെസ്പോണ്ടൻസ്, അതൊരു ഇങ്ങനത്തെ ഒരു മെത്തേഡാണ്. അല്ലെങ്കിൽ അൺസ്യൂട്ടബിൾ ആയിട്ട് നമ്മൾ തെറ്റിയിട്ടെടുക്കുന്ന ഈ സോഴ്സസ് വിച്ച് മീൻസ് സാമ്പിൾ ഫ്രെയിം. അത് സാമ്പിൾ ഫ്രെയിം തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എടുത്താലും ഏത് മെത്തേഡ് യൂസ് ചെയ്ത് സാമ്പിൾ സെലക്ട് ചെയ്താലും അതെല്ലാം ഫ്ലോപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഡിവൈസ് തെറ്റ്, ഇങ്ങനെയൊക്കെ കാരണങ്ങളോടാണ് സിസ്റ്റമാറ്റിക് ബയാസ് ഉണ്ടാകുന്നത്. സോ സിസ്റ്റമാറ്റിക് ബയാസ് we could not able to reduce the systematic bias by increasing the size of the sample. When the sample size increases, the systematic bias is also increases. എന്ത് ചെയ്യണം? ഒരു ഗുഡ് സാമ്പിൾ ഡിസൈൻ ആണെങ്കിൽ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ബയാസ് ഉണ്ടാകാതെ ശ്രമിക്കണം. പിന്നെ ഒരു നല്ലൊരു സാമ്പിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? Researchers should be able to apply the results of the study conducted on the basis of the sample selected. Sample selected basis generalization easier ആണ്. And if the sample is well designed and selected, properly selected ആണെങ്കിൽ ആ ഒരു നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ജനറലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം it will be the preferences of the large population. Large populationന്റെ preference എങ്ങനെയാണെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കും. And the decision making will become more easier. Decision making process കുറച്ചും കൂടി ഈസിയർ ആവും. അപ്പോൾ ഗുഡ് സാമ്പിൾ ഡിസൈൻ വളരെയധികം ഇതുണ്ട് നമ്മുടെ പ്രോജക്റ്റിന് അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സാമ്പിൾ ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു കാര്യം. കാരണം ഈ സാമ്പിൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റയർ സ്റ്റഡി ലോസ് ആവും. നമുക്ക് അതിൽ നിന്ന് ഒരു റിസൾട്ടും ജനറേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയി? ഇതാണ് നമ്മുടെ സാമ്പിൾ ഡിസൈൻ. താങ്ക് യു.